നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല ഒരു എക്സ്റ്റീരിയർ ലുക്കൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത്. ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് 13 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 15 കിലോമീറ്ററിനകത്ത് ഉൾപ്പെടെ നമുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു കണ്ടംപററി വരുന്ന 2 നിലയുള്ളൊരു വീടാണ് ഈ കാണുന്നത്. എക്സ്റ്റീരിയർ ലുക്കൊക്കെ അടിപൊളിയായിട്ട് 3D ഡിസൈൻ എലിവേഷനും കാര്യങ്ങളും കൊടുത്ത് ഫ്രെയിമും അതുപോലെ തന്നെ കേബിൾ റൂഫും ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു എക്സ്റ്റീരിയറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അകത്ത് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനൊക്കെ ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ്, വട്ടിയൂർക്കാവ് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഈ എലിവേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഈ വീടിന് 2 ബാൽക്കണി നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡിലായിട്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് 2 ബാൽക്കണി നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ വീടിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 4.150 സെൻറ്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ പണിയിപ്പിച്ചു. അതിൽ 3 ബെഡ്റൂം ഒക്കെ അറ്റാച്ച്ഡ് ആണ്. ഒരെണ്ണം കോമൺ ബാത്റൂമായിട്ട് വന്നിരിക്കുന്ന ഒരു വീടാണ്. അങ്ങനെയാണ് ഈ വീടിൻ്റെ നമുക്ക് ഫ്ലോർ പ്ലാനിൽ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ നമുക്ക് കളർ കോമ്പിനേഷനെല്ലാം നല്ല മനോഹരമാക്കിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ടാറിട്ട ഫ്രണ്ടേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. 5 മീറ്റർ വീതി വരുന്ന നല്ല ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് പണി ചെയ്ത് വരുന്നുണ്ട്. ഒരു വില്ല പ്രോജക്റ്റാണ്, വില്ല കമ്മ്യൂണിറ്റിയാണ് ഇത് നമുക്ക് വരുമ്പോൾ. ഇതിനകത്ത് ഒരുപാട് വില്ലാസ് നമുക്കിപ്പം പണി നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സെയിൽ ഔട്ട് ചെയ്യാനായിട്ട് വേറെയും നമുക്ക് വില്ലാസുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീട് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ വില്ലാസോട് നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. അപ്പോൾ വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടുത്തെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. ഫ്രണ്ടിൽ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിങ് ഗേറ്റും നമുക്ക് തന്നിട്ടാണ് ഫ്രണ്ടിൻ്റെ ഒരു ഗേറ്റ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഫ്രണ്ടേജ് എൻട്രൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അകത്തോട് കിടക്കുമ്പോഴത്തേക്കും ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്ത ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫുള്ളി ഇൻ്റർലോക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് കാണുന്നത് പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കവേർഡ് കാർ പാർക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു കാർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ 2 കാർ വരെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വന്നിട്ടാണ് വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ വശത്ത് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഗാർഡൻ്റെ പ്രൊവിഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്തും നമുക്ക് ചെറിയൊരു ഗാർഡൻ്റെ പ്രൊവിഷൻ നമുക്ക് അവൈലബിൾ ആണ്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷനാണ്. കിണർ ആവശ്യമുള്ളവർക്ക് കിണർ ചെയ്തു കൊടുക്കാനും നമുക്ക് പ്രശ്നമില്ല. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ട്. 14x4 സിറ്റ് ഡയമെൻഷൻ. ഒരു ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല മനോഹരമാക്കി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം 2-3 പേർക്ക് ചെയറിൽ ഇവിടെ വൈകിട്ട് സമയത്തോ അല്ലെങ്കിൽ രാവിലെ സമയത്തോ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസും നമുക്കവിടെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നെ സ്റ്റോൺ വർക്ക് വരുന്ന ടൈല് പോലത്തെ സംഭവങ്ങളെല്ലാം വാളിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. പില്ലറിലും അതുപോലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്താണ് ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് വന്നിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് ഉൾപ്പെടെയാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഫ്രണ്ട് ഡോറാണ്. ഫ്രണ്ട് ഡോർ നല്ല സിമ്പിളായിട്ട് മനോഹരമാക്കിയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ഫുൾ തേക്കിൻ തടിയിൽ തന്നെയാണ് ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് ഹാളിലോട്ട് ലിവിങ് ഏരിയയിലോട്ട് പോകാം. അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്ക് വീടിനകത്ത് വന്നിട്ടുണ്ട്. 18x16 നമുക്ക് ലിവിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. തറയെല്ലാം തന്നെ കജേറായിട്ട് നല്ല ക്വാളിറ്റി വെരിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്പേഷ്യസ് ആയിട്ട് താഴെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ളൊരു TV യൂണിറ്റ് ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഈ കാണുന്നത് ലിവിങ് ഏരിയയും ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് നമുക്ക് ഡൈനിങ് ഏരിയ ആണ്. ഇത് നമുക്ക് റൊട്ടേഷനായിട്ട് വരുന്ന TV യൂണിറ്റാണ്.
നമുക്കിങ്ങനെ റൊട്ടേഷനായിട്ട് വരുന്ന TV യൂണിറ്റ് വെച്ചാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടേജിൽ നമുക്ക് TV യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയൊരു TV ഒക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയുടെ കോർണറിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. ഒരു L ഷേപ്പ് മോഡലാണ് നമുക്ക് അതിൻ്റെ ലിവിങ് ഏരിയയുടെ സ്പേസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടതെല്ലാം നമുക്ക് TV യൂണിറ്റ് വരുന്ന ഫ്രണ്ടേജ് വരുന്നത്. ഈ സൈഡിൽ നമുക്ക് ചെറിയൊരു സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഈ ഭാഗം എല്ലാം വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ട് തന്നെ നമുക്ക് വാൾ പാനലും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ കൊടുത്ത് നമുക്ക് നല്ലൊരു ഏരിയ അവർ ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. ഒരു ഇൻഡോർ പ്ലാന്റും ഒരു ഭാഗത്ത് സെറ്റ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു ലിവിങ് ഏരിയയാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ആയിട്ട് ഒരു പാർട്ടീഷനാണ് ഈ TV യൂണിറ്റ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 12x8 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. ഇവിടെ നമുക്ക് അജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ഡൈനിങ് ഏരിയയിലും അതുപോലെ തന്നെ ലിവിങ് ഏരിയയിലും ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായൊരു വർക്ക് തന്നെയാണ് ഈ ഒരു ഫോൾ സീലിംഗ് വർക്കായിട്ട് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ഈ ഒരു ഭാഗത്ത് അറേഞ്ച്ഡ് ആണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ ഏരിയ ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം അപ്പർ സൈഡ് ഒരു കബോർഡും കബോർഡ് വർക്ക് പോലത്തെ ഒരു സംഭവം നമുക്കിവിടെ നമുക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഒരു മിററും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ വാൾ പാനലും കാര്യങ്ങളും യൂസ് ചെയ്താണ് ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നമുക്ക് സെക്യൂരിറ്റി ക്യാമറയും കാര്യങ്ങളും ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഈ ഒരു ഭാഗത്ത് കൂടുതൽ. അതിൻ്റെ ഒരു സോക്കറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ഡൈനിങ് ഏരിയയോട് ചേർന്ന് നടക്കുന്ന കിച്ചണിലോട്ട് നമുക്ക് പോവാം. കിച്ചണിൻ്റെ എൻട്രൻസ് വരുമ്പോഴത്തേക്കും നമുക്കൊരു പാർട്ടീഷൻ ഉൾപ്പെടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഏരിയ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ കിച്ചണിലോട്ട് പോകാം. 12x10 കിച്ചണിൻ്റെ ഡയമെൻഷൻ. മോഡേൺ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫ്ലോറിങ് വരുമ്പോഴത്തേക്കും മാറ്റ് ഫിനിഷ് വരുന്ന നല്ല പ്രീമിയം ലുക്കിലുള്ള ഫ്ലോറിങ് വരുന്ന ടൈൽസാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണിൻ്റെ എല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 12x10 നമുക്ക് കിച്ചണിൻ്റെ ഡയമെൻഷൻ. സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ നമുക്ക് മുകളിലും താഴെയായിട്ട് ക്യാബിനറ്റ്സ് ഒക്കെ ഒരുപാട് അറേഞ്ച് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു ചിമ്മിനി ഉൾപ്പെടെ നമുക്ക് ഇൻബിൽഡ് ആണ്. ഈ കാണുന്നതാണ് നമുക്ക് വീട്ടിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ചിമ്മിനി. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് അല്ല മുകൾ ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. പുറകു ഭാഗം നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് നമുക്കൊരു ഏരിയ ഇവിടെ വരുന്നുണ്ട്. നനക്കല്ലും അതുപോലെ തന്നെ ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഗ്രൗണ്ട് ഫ്ലോർ നമുക്കൊരു ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, ഒരു ബെഡ്റൂമാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലൂടെ നമുക്ക് പോകാം. 12x13 ഡയമെൻഷൻ വരുന്ന നല്ല വലിയ വിശാലമേറിയൊരു റൂമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. AC പോയിൻറ്റും എല്ലാം നമുക്കിവിടെ കൊടുത്ത് ആണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഇവിടെയും ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ റൂഫ്സ് നമുക്ക് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇതാണ് നമുക്ക് ഈ ഏരിയയിൽ വരുന്ന ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ബാത്റൂം എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓൾട്ടയിലെല്ലാം യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഹീറ്ററിൻ്റെ പ്രൊവിഷൻസി ഉൾപ്പെടെയാണ് നമുക്ക് ഈ ബാത്റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൂടെ നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് പണി ചെയ്ത് തീർത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ട് ഫുള്ള് തടിയിലാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടുള്ള ആ ഒരു ലൈറ്റിങ് കാര്യങ്ങൾ, പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. മുകളിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്റ്റെയർ കയറാൻ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വന്നെത്തിപ്പെടുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാള് വരുന്നത്. 24x16 നല്ല വിശാലമേറിയൊരു ഹോളാണ് നമ്മുടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. 24x16 നമുക്ക് ഹോൾ ഡയമെൻഷൻ വരുന്നത്. വലിയൊരു TV യൂണിറ്റ് ഏരിയ, അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ. അതിൻ്റെ അടിയിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വാൾ പാനൽ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന വലിയൊരു TV ഒക്കെ വൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ് ഏരിയ ആണ് അവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഈ കാണുന്ന വലിയൊരു ഹാൾ, 3 ബെഡ്റൂം, 2 ബാൽക്കണി, ഒരു കോമൺ ബാത്റൂമാണ് നമുക്ക് ഫ്ലോർ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. പൈപ്പ് കണക്ഷൻ, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കറണ്ടിൻ്റെ ഔട്ടും വാട്ടറിൻ്റെ ഔട്ട് കണക്ഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ടാണ് കോമൺ ബാത്റൂം വരുന്നത്. ഇപ്പോൾ നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് നമ്മളീ പോകുന്നത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂമും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാർഡ്രോബ്സാണ് ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് വെച്ചാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹീറ്ററിൻ്റെ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് കംപ്ലീറ്റ് ആക്കി ബാത്റൂമിൻ്റെ പണി തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിശാലമേറിയ റൂമാണ്. വൈഡ് റേഞ്ചിലുള്ള അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് തന്നെ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ചാനലാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ബാത്റൂം നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ഹീറ്റർ കണക്ഷൻ എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആക്കിയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കാണ് നമുക്കൊരു കോമൺ ബാത്റൂം നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹീറ്ററിൻ്റെ പ്രൊവിഷൻസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്.
ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമ്മളിവിടെ ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വോൾട്ടയിൽ ഉൾപ്പെടെയാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലാസ്റ്റ് ബെഡ്റൂം, മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണാൻ പോകുന്നത്. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൂമാണ് ഈ കാണുന്നത്. ഒരു സ്ക്വയർ ആയിട്ട് വരുന്ന ഒരു റൂമാണ്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു വാൾ റൂപ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഹജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസിനാണ് ഫ്ലോറിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗിലായിട്ട് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ്. നമുക്കിവിടെ നമുക്ക് AC-യുടെ പോയിന്റ് ഉൾപ്പെടെ നമുക്ക് വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബാൽക്കണി ഉൾപ്പെടെ വരുന്ന ഒരു റൂം ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ റൂമിൻ്റെ ബാൽക്കണി വരുന്നത്. പത്ത് ഇൻറ്റു 4 ഡയമെൻഷൻ വരുന്ന ഒരു ബാൽക്കണിയാണ് ഈ കാണുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് റൂമിനകത്ത് ചെയ്തിരിക്കുന്ന പോലെ ക്വാളിറ്റി ടൈൽസാണ് നമുക്ക് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്ക് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ്സുമാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് 2 ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനൽ ഡെക്കറേഷനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് നമുക്ക് പുറത്ത് 3D ആയിട്ട് നമുക്ക് എലിവേഷൻ കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ കാണുന്നത് നമുക്ക് വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്ക് വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു വാളാണ്. ഓപ്പോസിറ്റ് സൈഡായാലും നമുക്കൊരു ചെറിയൊരു ഓപ്പണിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇതാണ് നമുക്ക് ഈ ഒരു റൂമിൻ്റെ ലാസ്റ്റ്, നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെ ലാസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് വരുന്ന ഒരു ബാൽക്കണി. നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. നമുക്ക് ഈ മെയിൻ ബാൽക്കണിയുടെ ഡയമെൻഷൻ 14x4 ആണ് മെയിൻ ബാൽക്കണിയുടെ ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം ഒരു 3-4 ചെയർ വരെ നമുക്കിവിടെ ഇട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഹാൻഡിൽസൊക്കെ തന്നെ സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റീലിൻ്റെ കുറച്ച് സ്റ്റീൽ ബാർസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒരു ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലോട്ട് പോകാൻ, ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ചുമരിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന ടൈലും കാര്യങ്ങളാണ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കണ്ട ഈ മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റായി ചെയ്ത് തീർത്തിട്ട് റെഡി ടു മൂവ് ആണ് വന്നിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾ കണ്ടത്. 4.150 സെൻറ്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് 1 കോമൺ ബാത്റൂമായിട്ട് വരുന്ന ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 82 ലക്ഷമാണ്. 82 lakhs ആണ്. അത്യാവശ്യം നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ഇതുപോലത്തെ നല്ല വീഡിയോസ്, നല്ല വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോസ് നിങ്ങൾ കാണുവാനായിട്ട് ഈ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.